തനിക്കെതിരായ രണ്ടാമത്തെ കേസ് കെട്ടിച്ചമച്ചതെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് രാഹുലിന്റെ വാദം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും ഇരയോ മൊഴിയോ ഇല്ല എന്നും രാഹുൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. KPCC പ്രസിഡന്റിന് വന്ന ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും രാഹുൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, രാഹുൽ ഈ രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് കോടതിയിൽ വാദിക്കുന്നത്? പ്രധാനമായും പറയുന്നത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്, കെട്ടിച്ചമച്ച കേസെന്ന ഒരു വാദമാണോ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്? ഇത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇത് തീർത്തും കെട്ടിച്ചമച്ചൊരു കേസാണ്. ഇതിനൊരു FIR ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിനൊരു പരാതിക്കാരിയോ അല്ലെങ്കിൽ സംഭവം നടന്ന ഇരയാക്കപ്പെട്ട ഒരാൾ ഒരു പരാതി നൽകുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ പരാതിക്ക് അല്ലെങ്കിൽ FIRന് അടിസ്ഥാനമായ സംഭവം എന്ന് പറയുന്നത് KPCC പ്രസിഡന്റിന് വന്നിരിക്കുന്ന ഒരു ഇമെയിലാണ്. ആ ഇമെയിൽ പിന്നീട് DGPക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഇത് പരിശോധിച്ച് ഒരു FIR റെഡിയാണ് ചെയ്തത്. ഇതിൽ പരാതിക്കാരിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, മറ്റു വിവരങ്ങളില്ല. അങ്ങനെ ഒരു വിവരവും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഒരു FIR ഇടുന്നത്. ഇത് ആര് കൊടുത്ത പരാതിയാണെന്നുള്ളൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുകയും ചെയ്യുന്നത്. അക്കാര്യമായിരിക്കും ഈ പറയുന്ന കോടതിയിൽ ഇത് പരിഗണിക്കുമ്പോൾ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗമാണ് കേസ് ആണ് നിലവിലുള്ളത്. ആ കേസ് വന്നാൽ സ്വാഭാവികമായും ജാമ്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇതിൽ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വൈകുകയാണെങ്കിൽ സ്വാഭാവികമായും അതുവരെ തന്റെ അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് എന്ത് നിലപാട് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി ഇതിൽ രാഹുൽ ഉയർത്തുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത്. കാരണം ഇത് ആരാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്, ഈ പരാതി ലഭിച്ചു എന്നല്ലാതെ അതിന്റെ ആധികാരികത പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ, ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം എന്തായാലും കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അന്വേഷണ സംഘം ഈ പരാതിക്കാരിയുമായി സംസാരിച്ചിട്ടുണ്ട്. അവർ മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. അപ്പോൾ ഈ അന്വേഷണത്തിലെ പുരോഗതി വിവരങ്ങൾ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. ഇത് കെട്ടിച്ചമച്ച കേസല്ല, ഇങ്ങനെ ഒരു ഇടയുണ്ട്. അവർ KPCC പ്രസിഡന്റ് പരാതി നൽകിയിരിക്കുന്നത് തങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ പോലും അവരുമായി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർ കേസുമായി മുന്നോട്ട് പോകാനും തുടർ നടപടികളുമായി സഹകരിക്കാൻ താല്പര്യമാണെന്നുള്ള വിവരം അറിയിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്തായാലും പ്രോസിക്യൂഷൻ അറിയിക്കും. അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ പറയുന്ന അതിന് ഒരു കുറച്ച് മെറിറ്റ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട ആധികാരികതയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ നിന്ന് ഡിഫറൻ്റാണ് ഈ കേസ്. കാരണം ആദ്യത്തെ കേസിൽ ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയായിരുന്നു. അവിടെ പ്രത്യക്ഷമായി തന്നെ ആ വിക്ടിം നേരിട്ട് വരികയാണ് ചെയ്തത്. അതിനൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയുമായി സംസാരിക്കുന്നതിന് ഓഡിയോ ഉണ്ടായിരുന്നു, മെഡിക്കൽ രേഖകളുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഇതുവരെയും അത്തരം വിവരങ്ങളിലേക്കൊന്നും അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ എന്ത് നിലപാട് കോടതി സ്വീകരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 2:45 കോടതി ഈ വിഷയം പരിഗണിക്കും. അപ്പോൾ ഏത് തലത്തിലായിരിക്കും കോടതി ഇതിനെ കാണുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. ഇപ്പോൾ ഇതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ വിഷയം താൻ അറിഞ്ഞിട്ടേ ഇല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ്, ഇതിൽ ഇരയുടെ ഒരു മെയിൽ മാത്രമാണ് ഉള്ളത്, അതിനപ്പുറത്ത് ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഈ രാഹുലിന്റെ അഭിഭാഷകൻ ഒരുപക്ഷെ കോടതിയിൽ വാദിക്കാൻ സാധ്യതയുള്ളത്. സിജോ തുടരുന്നുണ്ട്. സിജോ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഈ രാഹുലിന്റെ സുഹൃത്ത് ഫെനിയുടെ പേരും പരാമർശിച്ചിരുന്നു. അപ്പോൾ ഫെനിയെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഫെനി പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവം തനിക്കും അറിയില്ല, ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ഫെനിയും അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കോടതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ലേ ഒരുപക്ഷെ രാഹുലിന്റെ അഭിഭാഷകനും വാദിക്കാൻ സാധ്യതയുള്ളത്? ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള കാര്യമാണ് രാഹുൽ പറയുന്നത്.
ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പരാതിക്കാരി നേരിട്ട് വന്ന് ഒരു പരാതി നൽകിയല്ല, ഒരു യുവതി നേരിട്ട് വന്ന് നൽകുന്ന ഒരു പരാതി ആയിരുന്നില്ല ഇത് KPCC പ്രസിഡന്റ് നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ്. ആ പരാതി ഈ പറയുന്ന DGPക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിൽ FIR ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതിലെ ഗുരുതരമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഈ സുപ്രീം കോടതിയുടെയൊക്കെ റീസെൻറ്റ് വിധിക്ക് ശേഷം ഇങ്ങനെ ഒരു ആരോപണം വരികയാണെന്നുണ്ടെങ്കിൽ, പരാതികൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരാതികൾ പരിശോധിച്ച് മൊഴികളില്ലെങ്കിൽ പോലും, ഇരയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും, ഇരയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന് ഒരു FIR ഇടാം എന്നുള്ളതാണ്. FIR ഇട്ടതിന് ശേഷം ഈ കേസിൽ പിന്നീട് മൊഴി രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഈ പരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് ശേഷം ആ അന്വേഷണവുമായി ഈ അതിജീവിത സഹകരിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ കേസ് പിന്നീട് ക്ലോസ് ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം തുടർ നടപടികളിലേക്ക് പോകാൻ സാധിക്കില്ല. ആ കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് പോവുക. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ പിന്നീട് ഈ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ട്, അത്ര നടപടികളിലേക്ക് പോയി കൂടുതൽ വകുപ്പുകൾ ചുമത്തുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇപ്പോഴുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗം കേസ് ചുമത്തിയിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ കൂടി ചുമത്താം. അത് ചുമത്തുന്നത് ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. മൊഴി വിശദമായി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം എന്തായാലും കടക്കുകയും ചെയ്തിട്ടുണ്ട്.